ഏഴ് കടയിലും പൂർണ്ണമായിട്ട് വെള്ളം കയറിപ്പോയി. വീട്ടിലും വെള്ളം കയറി. കോടിക്കണക്കിന് രൂപയുടെ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. ഏകദേശം 5 കോടി രൂപയുടെ നഷ്ടമാണ് ഉണ്ടായത്. വീട്ടിൽ വെള്ളം കയറിയ വഴിക്ക് 100% ഡിസബിലിറ്റി ഉള്ള മകൻ്റെ മെഡിക്കൽ ഫയൽ ഉൾപ്പെടെ ആ പ്രളയത്തിൽ പോയി. 2018 അതല്ലായിരുന്നു സ്ഥിതി. ഓരോ കടയിലും 4ഉം 5ഉം അടി കനത്തിലായിരുന്നു ചള്ള കയറിയത്. എനിക്ക് തുണിക്കട ചെയ്യുന്ന ഒരാൾക്ക് എന്ന സ്ഥിതിക്ക് എനിക്ക് ഉടുതുണി ഇല്ലാത്ത അവസ്ഥയിലോട്ട് എനിക്ക് വന്നായിരുന്നു. അപ്പോഴത്തേനെ ഇത് കണ്ടുപിടിച്ചപ്പോൾ തന്നെ 4th സ്റ്റേജായി. എല്ലാ ഭാഗത്തും സ്പ്രെഡായി. ബോണലെല്ലാം ആയി. ആരുടെയും ഭാഗത്തുനിന്ന് ഉണ്ടായില്ല. ഗവൺമെൻറ് ഭാഗത്തുനിന്നാട്ടെ ആരുടെയും ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നപ്പോൾ വഴിമുട്ടി ഞാനും എൻ്റെ കുടുംബവും മാതാവും സഹിതം. തീർച്ചയായിട്ടും ഇന്ന് മുഖ്യമന്ത്രിയുടെ ആശ്വാസ വാക്കുകൾ തന്നെ നമുക്ക് ഒരു 100% നമുക്ക് ഒരു ആശ്വാസം തരുന്നതല്ലേ. നമസ്കാരം. 2018 മഹാപ്രളയത്തിൽ 7 കടകളിലും വീട്ടിലും പൂർണ്ണമായും വെള്ളം കയറി 5 കോടിയോളം രൂപ നഷ്ടം സംഭവിച്ച റാന്നിയിലെ വ്യാപാരിയായ എബി സ്റ്റീഫൻ ഇന്നും അതിജീവനത്തിനായുള്ള പോരാട്ടത്തിലാണ്. അന്ന് തനിക്കുണ്ടായ നഷ്ടം കണക്കാക്കുന്നതിനും നഷ്ടപരിഹാരം നേടിയെടുക്കുന്നതിനുമായി സർക്കാരുമായി നിയമപോരാട്ടം നടത്തുകയും സമര പരിപാടികൾ നടത്തുകയും ചെയ്ത എബി സ്റ്റീഫൻ മാധ്യമ ശ്രദ്ധ നേടിയിരുന്നു. ഇന്ന് റാന്നിയിൽ ദുരിതബാധിതരെ മുഖ്യമന്ത്രി വി ഡി സതീശൻ സന്ദർശിക്കുമ്പോൾ 2018 പ്രളയത്തിൻ്റെ നേർസാക്ഷിയാണ് എബി സ്റ്റീഫൻ എന്ന് പറയുകയും അദ്ദേഹത്തെ നേരിൽ കണ്ട് ആശ്വസിപ്പിക്കുകയും ചെയ്തു. ിൽ എല്ലാം നഷ്ടമായി ജീവിതം വഴിമുട്ടി നിന്ന എബി സ്റ്റീഫനെയും കുടുംബത്തെയും സഹായിച്ചത് മലങ്കര കത്തോലിക്ക സഭയാണ്. അവർ നൽകിയ സഹായത്താൽ അദ്ദേഹത്തിന് വീണ്ടും ഒരു കട തുടങ്ങുവാൻ അവസരം നൽകുകയായിരുന്നു. റാന്നിയിൽ എബനേസർ ജയോത്രി എന്ന ഫുഡ്വിയർ ഷോറൂമാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. അർബുദബാധിതൻ കൂടിയായ എബി സ്റ്റീഫന്റെ ആ അതിജീവനത്തിനായുള്ള പോരാട്ട കഥ നമുക്ക് ചോദിക്കാം. മുഖ്യമന്ത്രിയെ കണ്ടോ? ഇന്ന് നമ്മുടെ ജനസമ്പർക്ക പരിപാടി പിന്നെ പ്രളയബാധിത സ്ഥലങ്ങൾ സന്ദർശിക്കാനായിട്ട് മുഖ്യമന്ത്രി MS ഹൈസ്കൂൾ ഓഡിറ്റോറിയത്തിൽ വന്നപ്പോൾ ആദ്യം തന്നെ എൻ്റെ പരാതി കേൾക്കുകയും ആശ്വാസകരമായ രീതിയിലുള്ള മറുപടി ലഭിക്കുകയും ചെയ്തു. നേരിട്ട് കണ്ടോ? നേരിട്ട് കാണുക തന്നെയല്ല, അദ്ദേഹം നമ്മൾക്ക് ആശ്വാസം തരികയും സാന്ത്വനിപ്പിക്കുകയും എന്തിനാണ് MS അവിടോട്ട് അത്രയും സ്റ്റെപ്പ് കയറി വന്നതെന്ന് ചോദിച്ചു. വീട്ടിൽ വന്ന് കാണാമായിരുന്നല്ലോ എന്ന് പറഞ്ഞു. എന്താ പറഞ്ഞു? ഈ വിഷയത്തിൽ അടിയന്തരമായിട്ട് 2018 വിഷയമല്ലേ, ഇതുവരെ അതിനകത്ത് യാതൊരുവിധ നഷ്ടപരിഹാരവും നമുക്ക് ലഭിച്ചിട്ടില്ലല്ലോ. അദ്ദേഹത്തിൻ്റെ കഴിവിൻ്റെ പരമാവധി പരിധിയിൽ ഒതുങ്ങി നിന്നുകൊണ്ട് ഉൾക്കൊള്ളിച്ചുകൊണ്ട് അടിയന്തരമായിട്ട് അതിനകത്ത് എന്തെങ്കിലും ചെയ്യാമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. 2018 താങ്കളുടെ 7 കടകൾക്കാണോ? ഞാനും എൻ്റെ വീട്ടിലുള്ള അമ്മ, വൈഫ് എല്ലാവരും കൂടെ ആയിട്ട് 7 കടകളാണ് നടത്തി വന്നിരിക്കുന്നത്. 7 കടയിലും പൂർണ്ണമായിട്ട് വെള്ളം കയറിപ്പോയി. വീട്ടിലും വെള്ളം കയറി. കോടിക്കണക്കിന് രൂപയുടെ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. ഏകദേശം 5 കോടി രൂപയുടെ നഷ്ടമാണ് ഉണ്ടായത്. വീട്ടിൽ വെള്ളം കയറിയ വഴിക്ക് 100% ഡിസബിലിറ്റി ഉള്ള മകൻ്റെ മെഡിക്കൽ ഫയൽ ഉൾപ്പെടെ ആ പ്രളയത്തിൽ പോയി. ഈ 2026 പ്രളയം പോലല്ലായിരുന്നു 2018 പ്രളയം. 2018 ഇതിൻ്റെ 100 മടങ്ങ് ജലം ഉയരുന്ന ഒരവസ്ഥയായിരുന്നു. ഈ കടയെല്ലാം മുങ്ങിപ്പോയതാണ്. ഇതൊരു തുണിക്കടയായിരുന്നു. പിന്നെ ഇതിപ്പം മലങ്കര കത്തോലിക്ക സഭ അതിൻ്റെ തിരുവല്ല രൂപത ഇടപെട്ട് കുർലോസ് തിരുമേനി അവരുടെ ക്ലീമിസ് ബാബായും കൂടെ ഇടപെട്ടാണ് എനിക്ക് ഈ സ്ഥാപനം പൂർണ്ണമായിട്ട് അവർ ഇട്ട് തന്നിരിക്കുന്നത്. ഇപ്പം ഫുഡ്വെയർ ഷോപ്പാണ്. ഇതിപ്പം ഫുഡ്വെയർ ഷോപ്പാണ്. അന്ന് 7 കടകൾ ഏതൊക്കെ കടകളായിരുന്നത്? 7 കടയെന്ന് പറഞ്ഞാൽ എബനേസർ സിൽക്ക് ഹൗസ്, എബനേസർ ഹോട്ട് ആൻഡ് സീറ്റ് എന്ന് പറഞ്ഞ ബേക്കറി, എബനേസർ ഫർണിച്ചർ മാർട്ട്, എബനേസർ ബോർമ, പിന്നെ എബി ഫുഡ്വെയർ, പിന്നെ എക്സലൻറ്റ് ഫോട്ടോ സ്റ്റാൻഡ് ആൻഡ് പേപ്പർ മാർട്ട്, പിന്നെ എബനേസർ മാനുഫാക്ചറിങ് യൂണിറ്റ് വുഡൻ. അങ്ങനെ 7 കടകൾ. നഷ്ടപരിഹാരം നേടിയെടുക്കുന്നതിന് വേണ്ടി താങ്കൾ ഒരുപാട് നിയമ പോരാട്ടങ്ങൾ നടത്തിയിട്ടുണ്ടല്ലോ. ഇപ്പോൾ 8 വർഷക്കാലമായിട്ട് അതിൻ്റെ നിയമ പോരാട്ടമായിട്ട് തന്നെ മുന്നോട്ട് പോവുകയായിരുന്നു. ഇപ്പം അടുത്ത സമയത്താണ് കോടതിയുടെ 2 പ്രാവശ്യത്തെ വിധി ഉണ്ടായി. ആ വിധിയൊന്നും നമുക്ക് നടപ്പാക്കി കിട്ടിയിട്ടില്ല. ആദ്യത്തെ വിധി എൻ്റെ നഷ്ടപരിഹാരം സർക്കാരിനോട് ഹൈക്കോടതി ചോദിച്ചു.
അപ്പോൾ ഹൈക്കോടതിയിൽ സർക്കാർ കൊടുത്തിരിക്കുന്നത് ഏതാണ്ട് 2.25 കോടി രൂപയാണ് നഷ്ടം ഉണ്ടായതായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. എനിക്ക് ഏകദേശം 5 കോടി രൂപയുടെ നഷ്ടമാണ് ഉണ്ടായത്. അവർ റീബിൽഡ് കേരള ആപ്പ് മുഖേന നഷ്ടപരിഹാരം എടുത്ത്, എങ്ങനെയാണ് നഷ്ടപരിഹാരം എടുത്തതെന്നൊന്നും എനിക്കറിയത്തില്ല. കോടതി സബ്മിറ്റ് ചെയ്തിരിക്കുന്നത് 2.25 കോടി രൂപയുടെ നഷ്ടമാണ്. അത് കോടതിയിൽ അവർ സബ്മിറ്റ് ചെയ്തിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ അതിന് നഷ്ടപരിഹാരം ലഭിക്കാഞ്ഞതുകൊണ്ടാണ് വീണ്ടും ഞാൻ 2022 വീണ്ടും കോടതിയെ സമീപിച്ചത്. അതിനകത്തും കോടതിയുടെ ഇപ്പം വിധി വന്നിട്ടുണ്ട്. ഒരാഴ്ച ആയിട്ടുള്ളൂ. അതിൻ്റെ സമയപരിധി നോക്കാതെ ബന്ധപ്പെട്ട അധികാരികൾ അതിൻ്റെ നഷ്ടപരിഹാരം കൊടുക്കണമെന്നും ഇല്ല എങ്കിൽ സിവിൽ കോടതി കേസ് ഫയൽ ചെയ്യണമെന്നുമാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. പിന്നെ 2018 പ്രളയം അത് മാൻമെയ്ഡാണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. ഹൈക്കോടതി നിയമിച്ച അമിക്കസ് ക്യൂറി ഉണ്ട്. അതിലുപരി സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഓഡിറ്റ് ജനറലിൻ്റെ റിപ്പോർട്ടുണ്ട്. ഇതിനകത്തെല്ലാം ഇത് 2018 പ്രളയം മനുഷ്യനിർമ്മിതമാണെന്ന് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുതന്നെയല്ല നമുക്ക് ഇത് നോക്കുമ്പോൾ അറിയാമല്ലോ. ഇപ്പോൾ ഈ 2026 പ്രളയം ഉണ്ടായപ്പം ചള്ള കയറിയിട്ടില്ല, വെള്ളം മാത്രം, വെള്ളം മാത്രമേ കയറിയിട്ടുള്ളൂ. 2018 അതല്ലായിരുന്നു സ്ഥിതി. ഓരോ കടയിലും 4-5 അടി കനത്തിലായിരുന്നു ചള്ള കയറിയത്. അപ്പം അങ്ങനെ ഒരിക്കലും ഇതുവരെ ഒരു പ്രളയത്തിന് അങ്ങനെ ചള്ള അടിഞ്ഞ് കയറിയിട്ടില്ല. പിന്നെ യാതൊരുവിധ മുന്നറിയിപ്പും ഇല്ലാതാണ് 2018 വെള്ളം കയറിയത്. കളക്ടർ പോലും അറിഞ്ഞിട്ടില്ല. റെക്കോർഡിക്കലായിട്ടുള്ള ആ തെളിവുകളെല്ലാം നമ്മൾ ഹൈക്കോടതിയിൽ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഇലക്ട്രിസിറ്റി ബോർഡ് പ്രളയം കഴിഞ്ഞ് 7 ദിവസം കഴിഞ്ഞാണ് ഡാം തുറന്നു വിടുന്ന കാര്യത്തെപ്പറ്റി കളക്ടർക്ക് റിപ്പോർട്ട് സമർപ്പിക്കുന്നത്. നമ്മൾ അതിൻ്റെ എല്ലാം കോപ്പി ഹൈക്കോടതി സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് ആ കാലത്ത് എല്ലാം നഷ്ടമായി, വളരെ സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടിലായിരുന്നു. ഞാൻ തുണിക്കട ചെയ്യുന്ന ഒരാൾക്ക്, അല്ലെങ്കിൽ 7 കട ചെയ്യുന്ന ഒരാൾ ഓൾറെഡി ഒരു റിച്ച് ആയിരിക്കുമല്ലോ. എനിക്ക് തുണിക്കട ചെയ്യുന്ന ഒരാൾക്ക് എന്ന സ്ഥിതിക്ക് എനിക്ക് ഉടുതുണി ഇല്ലാത്ത അവസ്ഥയിലോട്ട് എനിക്ക് വന്നായിരുന്നു. വീട്ടിലാണെന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ഒരു സാധനമില്ല. സെറ്റി ആയാലും കട്ടിലായാലും മെത്തയായാലും എല്ലാം വെള്ളപ്പൊക്കത്തിന് പോയി. വളരെ ബുദ്ധിമുട്ടുകൾ പ്രയാസവും അനുഭവിച്ചു. വീട്ടിലെ കിണറില്ല, ചുറ്റുമതിലില്ല, ടോയ്ലറ്റില്ല, അങ്ങനെ ആഹാരമില്ല. അതിനിടയിലാണ് അസുഖബാധിതനായത്. അത് 2019 തൊട്ട് ഇതിൻ്റെ സിംറ്റംസ് ഉണ്ടായിരുന്നു. നമുക്ക് സാമ്പത്തികത്തിൻ്റെ ഒരു ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നുകൊണ്ട് അന്ന് നമ്മൾ മെഡിക്കലായിട്ട് അതിന് ട്രീറ്റ്മെൻറ്റിന് പോയില്ല. ഇവിടെ ഡോക്ടേഴ്സിനെയൊക്കെ കാണിച്ച് പെയിൻ കില്ലറൊക്കെ കഴിച്ചു. 2022 ആയപ്പോഴത്തേന് സ്ഥിതി വഷളായി. അപ്പോഴത്തേന് ഇത് കണ്ടുപിടിച്ചപ്പോൾ തന്നെ 4th സ്റ്റേജായി. എല്ലാ ഭാഗത്തും സ്പ്രെഡായി, ബോണലെല്ലാം ആയി. അന്ന് നിയമസഭയിലൊക്കെ വിഷയം ചർച്ച ചെയ്തിരുന്നു. ഏറ്റവും കൂടുതൽ ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ എബി സ്റ്റീവൻ എന്നുള്ള പേര് ഉന്നയിച്ചുകൊണ്ട് ബഹുമാന്യനായ മുനീർ സാറ്, ഷംസുദ്ദീൻ സാറ്, അതുപോലെ തന്നെ രമേശ് ചെന്നിത്തല സാറ് ഏറ്റവും കൂടുതൽ നമ്മുടെ വിഷയമാണ് ആ പ്രളയത്തിന് നമ്മുടെ പേര് സംസാരിച്ചുകൊണ്ട് ആ കുടുംബത്തെ രക്ഷിക്കണമെന്നും എന്ന് പറഞ്ഞുകൊണ്ട് അവർ നേരിട്ട് വന്ന് കണ്ട് മനസ്സിലാക്കിയ ഏറ്റവും കൂടുതൽ നിയമസഭയിൽ ആ വിഷയം ഉന്നയിച്ചത്. പക്ഷേ അതിനകത്ത് നമ്മളെ അന്നത്തെ ഭരണ സംവിധാനങ്ങൾക്ക് നമ്മളെ അതിനകത്ത് സഹായിക്കാൻ പറ്റിയില്ല. പുതിയ സർക്കാരിൽ പ്രതീക്ഷയുണ്ട്. തീർച്ചയായിട്ടും ഇന്ന് മുഖ്യമന്ത്രിയുടെ ആശ്വാസ വാക്കുകൾ തന്നെ നമുക്ക് ഒരു 100% നമുക്ക് ഒരു ആശ്വാസം തരുന്നതല്ലേ. അദ്ദേഹം നമുക്ക് ആനുപാതികമായിട്ട് എന്തെങ്കിലും അദ്ദേഹത്തിൻ്റെ പരിധി നിന്നുകൊണ്ട് സഹായിക്കാമെന്ന് പറഞ്ഞത് തന്നെ വലിയൊരു ആശ്വാസം തരുന്ന കാര്യമാണ്. അന്ന് നിരാഹാരമൊക്കെ ഇരുന്നിരുന്നു. 2018 ഞങ്ങളുടെ ജീവിതത്തിൻ്റെ, ഞങ്ങളുടെ ആ കുടുംബത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ അതാരും മനസ്സിലാക്കി നമുക്കൊന്നും ചെയ്യുന്നില്ല. ഒരു സഹായവും ആരുടെയും ഭാഗത്തു നിന്നുണ്ടായില്ല. ഗവൺമെൻറ് ഭാഗത്തു നിന്നാട്ടെ ആരുടെയും ഭാഗത്തു നിന്നുണ്ടായിരുന്നപ്പോൾ വഴിമുട്ടി ഞാനും എൻ്റെ കുടുംബവും മാതാവും സഹിതം 9 ദിവസം റാന്നി മിനി സിവിൽ സ്റ്റേഷൻ്റെ മുമ്പിൽ നിരാഹാര സമരം നടത്തി. അത് ഭയങ്കര വൈറലായൊരു സമരമാണ്. ആ സമരത്തെ പിന്നെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കണമെന്നായിരുന്നു ചില തൽപര കക്ഷികളുടെ താല്പര്യം. അതിന് വഴങ്ങി 9ാമത്തെ ദിവസം വലിയൊരു പോലീസ് സന്നാഹത്തോടു കൂടി വന്ന് ഞങ്ങളെ അറസ്റ്റ് ചെയ്ത് നീക്കി. സമരപ്പന്തൽ ഉൾപ്പെടെ പൊളിച്ചു മാറ്റി. അതിനുശേഷം ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല സാറ് നിരവധി പ്രാവശ്യം, അന്നത്തെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല സാറായിരുന്നു. അദ്ദേഹം ഞങ്ങളുടെ വീട്ടിലും കടയിലൊക്കെ സന്ദർശിക്കുകയും ഈ ഭരണം UDF ഭരണകാലത്ത് ആ നഷ്ടപരിഹാരം നൽകി തരാമെന്ന് നമുക്ക് ഉറപ്പും നൽകിയിരുന്നു. അദ്ദേഹത്തിനെ കാണാൻ ശാരീരിക ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് കാണാൻ പറ്റിയില്ല. അതുകൊണ്ട് ഇന്ന് ഏതായാലും സതീശൻ സാറിനെ കണ്ടു, ആശ്വാസകരമായ വാക്കുകൾ കിട്ടി. ഈ 2018 പ്രളയത്തിൻ്റെ അതിജീവനത്തിൻ്റെ നേർസാക്ഷി എന്നാണ് വി.ഡി. സതീശൻ പറഞ്ഞത്. അത് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഉടുതുണിക്ക് മറുതുണി ഇല്ലാതെ, അത് തന്നെയല്ല എൻ്റെ മൂത്ത മോന് അപൂർവങ്ങളിൽ അപൂർവമായ ഒരു അസുഖമുള്ള ആളാണ്. അവൻ്റെ ശരീരത്തൊന്നും വേദനയില്ല. അവൻ്റെ മെഡിക്കൽ ഫയൽ ഉൾപ്പെടെ ആ പ്രളയത്തിൽ നഷ്ടപ്പെട്ടു പോയി.
അങ്ങനെ വീട്ടിൽ ആഹാരമില്ല, വെള്ളമില്ല, ഒന്നുമില്ലാത്തൊരവസ്ഥയിൽ നമുക്ക് ആത്മഹത്യ ചെയ്യുക എന്നുള്ള ഒരു അല്ലാതെ വേറെ ഒരു മാർഗവും ഇല്ലാത്തൊരവസ്ഥയിലായിരുന്നു. കാരണം 7 കട ചെയ്യുന്നതിന് ഓൾറെഡി അവന് സമ്പന്നനാണെന്നുള്ള ഒരു പട്ടികയിലാണ്. പക്ഷേ 7 കട ചെയ്യുമ്പോൾ അവന് ബാങ്കിൽ നിന്ന് ലോൺ ഉണ്ടെന്നും ഉള്ള കാര്യമൊന്നും ആരും മനസ്സിലാക്കുന്നില്ല. എനിക്ക് ആ സമയത്ത് 3 ബാങ്കിൽ ലോൺ ഉണ്ടായിരുന്നു. പ്രളയാനന്തരം പിന്നെ ബാങ്കുകാരുടെ ഓരോ ഭീഷണികൾ, സർഫാക്സി നിയമപ്രകാരം വീട് ജപ്തി ചെയ്തെടുക്കുന്ന നടപടികൾ, ഇതെല്ലാം ഉണ്ടായി. നമ്മൾ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് അതിനെയൊക്കെ ഇപ്പോഴും കേസ് നടത്തിക്കൊണ്ടിരിക്കുന്നു. പ്രധാന വരുമാന മാർഗം ഇപ്പോൾ ഈ കട തന്നെയാണ്. ഈ കട എനിക്ക് മലങ്കര കത്തോലിക്ക സഭ തിരുവല്ല ഭദ്രാസനം ഇട്ട് തന്നതാണ്. അത് നന്ദി പറയേണ്ടത് തിരുവല്ല ഭദ്രാസനത്തിൻ്റെ തിരുമേനിയായിട്ടുള്ള കുർലോസ് തിരുമേനിയോടും പട്ടത്തുള്ള ക്ലീമീസ് ബാബ തിരുമേനിയോടുമാണ്. ക്ലീമീസ് ബാബ തിരുമേനിയാണ് ഈ കട വന്ന് ഉദ്ഘാടനം ചെയ്തത്. അതിൻ്റെ മുഴുവൻ സാമ്പത്തികം അവരാണ് ഞങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്ത് തന്നത്. ഇത്തവണത്തെ പ്രളയത്തിൽ അങ്ങനെ കാര്യമായിട്ട് പ്രശ്നങ്ങളുണ്ട്. ഈ പ്രാവശ്യത്തെ പ്രളയം സത്യത്തിൽ ഈ പഞ്ചായത്തിലെ ഒരു കടകളിൽ അങ്ങനെ ബാധിച്ചിട്ടില്ല. നമുക്ക് അങ്ങനെ നഷ്ടം ഉണ്ടാകത്തക്ക രീതിയിൽ ഉണ്ടായിട്ടില്ല. 2018 പ്രളയവും ഈ പ്രളയവുമായിട്ട് ഒരിക്കലും കാൽക്കുലേറ്റ് ചെയ്യാൻ ഒക്കത്തില്ല. ഇതിൻ്റെ 100 ഇരട്ടി മടങ്ങ് വ്യാപ്തിയായിരുന്നു 2018 പ്രളയം. ഈ കട മുങ്ങിപ്പോയി. അപ്പോൾ ഇവിടെ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിട്ടില്ല. നമ്മുടെ ഒരു കൊച്ചു കടയിൽ ശകലം വെള്ളം കയറി, അതിനകത്ത് നമുക്ക് വലിയ നഷ്ടമൊന്നും ഉണ്ടായിട്ടില്ല. നിങ്ങളപ്പം വീട്ടിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെട്ടത്? ഞങ്ങൾ വീട്ടിൽ നിന്നും കടയിലെ സാധനം പറക്കി മാറ്റാനായിട്ട് ഞങ്ങൾ ഓൾറെഡി കടകളിൽ വന്നായിരുന്നു. കടകളിൽ വന്ന് ഇത് മാക്സിമം നമ്മൾ കിളത്തി വെക്കാവുന്ന അത്രയും കിളത്തി വെച്ച് ക്രമാതീതമായി വെള്ളം കൂടിയപ്പോൾ ഞങ്ങൾ ജീവരക്ഷാർത്ഥം ഇവിടുന്ന് രക്ഷപ്പെട്ട് റാന്നി പോലീസ് സ്റ്റേഷൻ്റെ മുമ്പിലെത്തി. പോലീസ് സ്റ്റേഷൻ്റെ നേരെ താഴ്വശത്താണ് എൻ്റെ വീട്. പക്ഷേ ഞങ്ങൾക്ക് വീട്ടിൽ പോകാൻ മേലാതെ ഈ റോഡിൽ വെള്ളം ക്രമാതീതമായി വർദ്ധിച്ചു. പിന്നെ എനിക്കിത് 3 ദിവസം വാഹനത്തിൽ തന്നെ കഴിച്ചു കൂട്ടി, 3 രാത്രിയും 3 പകലും. അതിനുശേഷമാണ് കൊട്ടവഞ്ചി ഞങ്ങൾ വീട്ടിൽ ചെന്നിറങ്ങുന്നത്. ആ വീട്ടിൽ ചെന്നിറങ്ങുന്ന സമയത്ത് അരയറ്റം വെള്ളം വീടിനകത്തുണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഭക്ഷണമൊക്കെ ലഭിച്ചിരുന്നോ? ഇല്ല, ആ 3 ദിവസവും ഞങ്ങൾക്ക് ഒരു ദിവസമാണ് ഭക്ഷണം കിട്ടിയത്. ബാക്കി 2 ദിവസവും ഭക്ഷണമൊന്നും ലഭിച്ചില്ല. അപ്പം ഞങ്ങൾ ആ വണ്ടിക്കകത്ത് ഇങ്ങനെ കഴിഞ്ഞുകൊണ്ട് നമ്മളെ പുറം ലോകമൊട്ട് അറിഞ്ഞുമില്ല. അങ്ങനെ ആ വണ്ടികളൊക്കെ അന്ന് ആ കൂട്ടത്തിൽ എൻ്റെ കൂടെ ഒരു 2ാമത്തെ മോനും അമ്മയും ഞാനും വൈഫും ആയിരുന്നുണ്ടായിരുന്നു. 4 പേരായിരുന്നു. മറ്റ് 2 കുട്ടികളെ വീട്ടിലാക്കിയിട്ടാണ് ഞങ്ങൾ അവരെ ആരോ രക്ഷപ്പെടുത്തി വേറൊരു വീട്ടിൽ കൊണ്ടുവന്നാക്കിയായിരുന്നു. പിന്നെ വീട്ടിലെ ഒരു സാധനമില്ലാതെ ആ പ്രളയത്തിന് മൊത്തം ഒലിച്ചുപോയി. വീട്ടിലും ഒരു ഫർണിച്ചർ വർക്ക്ഷോപ്പും ഒരു ബോർമയുണ്ടായിരുന്നു. അവിടുത്തെ ഉണ്ടായിരുന്ന ഉരുപ്പടികളും തടികളും മിഷണറികളെല്ലാം ടോട്ടൽ ലോസായിപ്പോയി.